ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് ഗുഡ് മോർണിംഗ് വീഡിയോയിൽ നമ്മൾ വീട്ടുവിശേഷം പറഞ്ഞു വന്നിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് പോയി കണ്ടുകൊണ്ട് കേട്ടോ. നമ്മളെ അടുക്കള വിശേഷവും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് എന്താ വിശേഷം വെച്ചാൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഇത് മാത്രം കേൾക്കുന്നവരാണെന്നുണ്ട് ഇതിലും കൂടി പറയാം. നമ്മൾ ഉണ്ണീട്ടം മാലട്ട് 8-ാം തീയതി പോകണം മലയ്ക്ക്. കുറേ ദിവസമായി നോൽമ്പ് തുടങ്ങിയിട്ട് രുചിക്ക് വന്നതിന് നോൽമ്പെടുത്തിട്ട് പിന്നെ എൻ്റെ കുട്ടികളൊക്കെ വന്ന് ചായയൊക്കെ കഴിച്ചെന്ന് വിചാരിക്കണം. നമ്മൾ രാത്രിത്തെ ഫുഡൊക്കെ ഇരിക്കണേട്ടാ. എന്താ അറിയില്ല, മുടിയിരുന്നിനി. അപ്പോൾ മുടിന്നാരെന്തോ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞുകൊണ്ടെന്ന് രാത്രിത്തെ ഫുഡൊക്കെ എന്താ അത്ര നേരത്തെ കഴിച്ച് കഴിക്കില്ല. നമ്മളിന്ന് ചപ്പാത്തി പൂള വാങ്ങിനി. അപ്പം നമ്മൾ ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഗരം മസാലപ്പൊടി എല്ലാം ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇച്ചിരി ഗ്രേവിയൊക്കെ വെച്ച് എന്നിട്ട് പൂള കഷ്ണമൊക്കെ എടുത്ത് ഞാനങ്ങ് കഴിച്ച് ഒരു ചപ്പാത്തി കഴിച്ച്. അങ്ങനെ മോനും കഴിച്ച്. സമയം ഇതിനകത്തൊന്നും ആയില്ല കേട്ടോ. സമയം 7:23 7:25 ആകാൻ പോണു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുട്ടികളൊക്കെ ചായ കഴിച്ച് ചോറിനിപ്പോൾ കഴിക്കൂല. ഒരു 8:50 ആകുമ്പോൾ ചോറ് കഴിക്കുള്ളൂ. എല്ലാവരും മേലൊക്കെ കഴിക്കും. സുന്ദരന്മാരായില്ലേ? ഉണ്ടാവൂന്നേ. എല്ലാവർക്കും സാലറി ഒക്കെ കിട്ടിയിട്ട് തീർന്നോ? അയ്യോ, ഒന്നും പറയണ്ട. സാലറി കിട്ടേണ്ട ആവശ്യമുള്ളൂ അല്ലേ തീരാൻ. പിന്നെ വിശപ്പില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് തീർന്നിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെപ്പോലത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ തീർന്നു എന്ന് വെച്ചാൽ മതി. പിന്നെ നമുക്ക് കഥ പറയാം. അപ്പം നമ്മളിന്ന് കുറേ വിശേഷങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ പെട്ടെന്ന് കഥയിലേക്ക് പോവാം. നമ്മളെ ഡെക്സ ബേബിനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല. അവനവിടെ ഇരുന്നോട്ടെ. ഇനി വിളിച്ച് തെളിച്ച് മോനെ ഒരു ഉമ്മ ഉണ്ടാന്നൊക്കെ പറഞ്ഞാൽ ഉറങ്ങാൻ കിടന്ന് ഡെക്സേ ഒരു ഉമ്മ വരുമോ? ഇല്ല, നല്ല ഉറങ്ങാൻ കുറേ എത്ര നേരം കളിക്കേന്. അപ്പോൾ കളിക്കാനുള്ള കിടന്ന് ആരാ ഒന്ന് വാതിൽ തുറന്ന പോലെ തോന്നുന്നുണ്ട്. ആരുമില്ലേ? അപ്പം നമ്മളിതാ കഥ പറയാൻ വിടുന്നത്. അങ്ങനെ നമ്മളെ ശാലിമോളൊക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളവിടെ എന്താണ് സബുമ വന്ന് മോൻറ്റിനെ ഓരോ വീട്ടിൻ്റെ മുറ്റത്ത് നിർത്തി, സൈക്കിളും അവിടെ നിർത്തി, ഓട്ടോക്കാരനെ വിട്ട് ഓൻ വീട്ടിൽ ഓൻ്റെ ബാഗെല്ലാം കൊണ്ടുവച്ച് അമ്മ എന്താ മോനെ എത്ര പെട്ടെന്ന് പോണേ? പറയാം അമ്മേ സലീം വന്നിട്ടുണ്ട്, ഓനക്ക് ഒന്ന് കാണേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വേഗം വന്നുകൊണ്ട് മോൻറ്റനെ കൂട്ടി സൈക്കിളുമ്പോൾ കയറി മോൻറ്റിനെ ബാഗിൽ ഒരുത്തി സാബു വിട്ടു. വണ്ടി ഓട്ടിയിട്ട് അവരെ സ്കൂൾ ഗ്രൗണ്ട്, കുഞ്ഞ് സ്കൂളല്ല, ശാലിനി കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിൽ പോയി. സാബുക്കെ പഠിച്ച സ്കൂളാട്ടാ. മോനുട്ടനെ പഠിപ്പിച്ച് എന്ത് പറയണ, മോനിട്ടനങ്ങ് സൈക്കിൾ അങ്ങ് പഠിച്ച്. അങ്ങനെ പിന്നെ പിടുത്തം വിട്ടോ. പിന്നെ ഇടക്കിടക്ക് വീഴും, നീക്കും, ഓട്ടടാ, വീണിട്ട് തന്നെയാടാ പഠിക്കുക. കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ വീണിട്ടല്ലേ നടക്കാൻ പഠിക്കുക. അങ്ങനെ തന്നെ സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ നമ്മൾ കുറേ വീക്കും മുട്ടാണ്. അങ്ങനെ മോറ്റ് വികും നീക്കും ചവിട്ട. അങ്ങനെ ആയിട്ട് ഇമ്പളെ മോനിട്ട് റൗണ്ട് അടിച്ച് പഠിച്ചാൽ പെട്ടെന്ന് പിന്നെ അനക്ക് പിന്നെ ഒരു പ്രശ്നമില്ല. വളവും തിരിവൊന്നും എത്തുമ്പോൾ ഒരു പ്രശ്നമില്ല. അതങ്ങനെ പഠിക്കണമല്ല. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് അങ്ങ് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ വളവ് വരുമ്പോൾ നമ്മൾ അവിടെ ചവിട്ടി വിടുക, മറിഞ്ഞിട്ടി വെക്കുക. അപ്പം അങ്ങനെ അവിടെ നിന്ന് സ്ലോ ആക്കി ഇങ്ങനെ പഠിക്കുക. നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടി പഠിച്ചു ഒന്നും പറയണ്ട. എത്ര വീഴ്ച പൊട്ടുപൊളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വിറകൊക്കെ കൊണ്ടുവരില്ലേ സൈക്കിളിൽ. അയ്യോ, വണ്ടി ഓട്ടി പഠിച്ചില്ല. പക്ഷെ ഇപ്പോൾ ഹോട്ടലൊന്നുമില്ല, വണ്ടി ഇല്ല. ഇപ്പോൾ വണ്ടിയൊക്കെ വർക്ക്ഷോപ്പിലായി പോയി. അയ്യോ, ഒന്നും പറയണ്ട. മോളുണ്ടാകുമ്പോൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കാക്കാതെന്ന് പറഞ്ഞാൽ അങ്ങനെ മോട്ടൻ അവസാനം പഠിച്ചപ്പോൾ പിന്നെ മോട്ടനോട് അറിയും ഇരുടായി ഇങ്ങനെ വരണേ. നൈറ്റായി തുടങ്ങി, നല്ല രാത്രിക്കായി. അപ്പം സബറ് മോട്ടാഞ്ഞ് പോവാ. ആര് ചവിട്ടു? മോട്ടൻ ചവിട്ടില്ല, ഞാൻ നടന്നു വരാം. അപ്പോൾ സബട്ട് നടക്കണ്ടേ? അത് സാരല്ലേ മോട്ട, ഈ റോട്ടിലൂടെയൊക്കെ ഒന്ന് ചവിട്ടടാ. റോട്ടിലേക്ക് ഇപ്പം കൊണ്ടുപോകരുത്, വീട്ടിലൊക്കെ ചവിട്ടി പഠിച്ചതിൻ്റെ ശേഷം കൊണ്ടുപോയാതിട്ടോ. അച്ഛൻ്റെ അമ്മൻ്റെ അനുവാദത്തോടെ കൂടിയൊക്കെ റോട്ടിലേക്ക് കൊണ്ടുപോയാതിട്ടോ. ഇപ്പം ഞാനിത് വാങ്ങി തന്നിട്ട് ഈ ദുരുപയോഗപ്പെടുത്തരുത്. ഒരു കാണാണ്ട റോട്ടിലൂടെ ഒന്നും പോകരുത്. കുറേ പഠിച്ചിട്ട് അവർ പറയുമ്പോൾ മാത്രം പോയാൽ മതി. ആയിക്കോട്ടെ സാബേട്ടാറ്. അങ്ങനെ നേരത്തെ ഞാൻ ബാബേട്ടെന്ന് പറഞ്ഞ അങ്ങനെ സാബു ബാക്കിൽ വരും. മോനിട്ടെങ്ങനെ ഓട്ടി റോട്ടിൽ കൂടി ഒക്കെ സൈഡിൽ കൂടെ പിന്നെ സാബു ബാക്കിൽ വന്ന് മോൻറ്റിന് അങ്ങനെ കുളത്തിൻ്റെ പക്കത്ത് കൂടി ഒക്കെ വന്ന് ഇമ്പളെ വീടിൻ്റെ മുറ്റത്തിട്ട്. അപ്പോൾ പറഞ്ഞ് മോറ്റ അയറയിലേക്ക് അങ്ങോട്ട് വെച്ചോ, എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് പോരാറ്. അപ്പോൾ പറയാം സാബേട്ടാ നിങ്ങൾ ഇവിടെ കുറച്ച് കയറിയിരിക്കുന്നതെന്ന് പറയും. ചെക്കൻ നല്ല ബുദ്ധിയുണ്ട്. എന്താടാ എന്തെങ്കിലും തരാണ്ട് നമുക്ക്? ഇവിടെ നല്ല ഇറച്ചി കറിയും
പിന്നെ ദോശയ്ക്ക് ഇരിപ്പുണ്ട്, രാവിലത്തെ ദോശ ഉണ്ട്, ചോറുണ്ട്. അപ്പം പറയും എന്താ ഇറച്ചിക്കറിയടാ, ബീഫാണെന്ന് പറയും. അപ്പോൾ പറയും എന്നാൽ നമുക്ക് കഴിച്ചാളല്ലേന്ന് പറയും. അങ്ങനെ ഓല വീട്ടിൻ്റെ ഉള്ളിലേക്ക് വലുതായിട്ട് ഷാദ്യമായിട്ട് കയറുക. അങ്ങനെ പോയി അടുക്കളയിൽ നിന്ന് തുറന്ന് ചട്ടിയിലുണ്ടാകുമ്പോൾ ഷവ വെച്ചല്ല ഇവർ കൂട്ടിയ ബാക്കിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ സാപ്പാട്ടർ വേണ്ട എടുത്തോളി എന്നാണ്. അങ്ങനെ സാബു എടുത്ത് പിന്നെ എടാ ദോശ എനിക്ക് പോലടാ അറിയും, എന്നാൽ ചോറ് എടുത്തോളി എന്ന് പറയും. അങ്ങനെ ചോറും പിന്നെ കുറച്ച് പച്ചക്കറിയും ഇറച്ചിക്കറിയൊക്കെ കൂട്ടി സാബു വൃത്തിക്ക് ചോറ് എന്നിട്ട് പറയടാ ഞാനിപ്പോൾ ഇവിടുന്ന് തിന്നണം എന്താ അറിയില്ല, ചിലപ്പോൾ അമ്മ ഞാൻ വരണമെന്ന് അറിയില്ല, അപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഈ വിളിച്ചതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ആര് തിന്നെന്നറിയടാ, ഞാൻ ഇവിടെ കയറിയതും തിന്നതൊന്നും ഈ പറയത്തിട്ടെ. ഞാൻ പറയില്ല ആറ് ഈ മൂറ്റം തിന്നെന്ന് പറയണം. ഞാൻ തിന്നതാന്ന് വിചാരിച്ചോളൂ, അമ്മയ്ക്ക് നല്ല വിശപ്പ് സാപ്പട്ടെ, ഞാൻ തിന്നതാന്ന് വിചാരിച്ചോളൂ. ചെക്കൻ പിന്നെ കയ്യിൽ കോരി ഇറച്ചി കഷ്ണമൊക്കെ കോരി അതിലുള്ളതൊക്കെ ഇട്ടിങ്ങോട്ട് സാബുവിനെ കൊണ്ടിട്ട് വെക്കും. അതിന് സാബുട്ടൻ പള്ള നിറച്ചുമ്പോളെ ഭാര്യ വീഴുന്ന ചോറ് പിന്നെ ഒരു കോപ്പ ചോറ് ഉള്ളുമ്പോഴും പക്ഷെ അപ്പോൾ രാത്രിത്തേക്ക് വെച്ച സാബിന് നല്ലോണം തിന്നണല്ലോ. എടാ ഈ ചോറ് തീർന്ന പ്രശ്നമാവിടാ. എന്ത് പ്രശ്നം സാബിട്ടാ, ഞാൻ തിന്ന് പൂച്ചകം കൂടി തിന്നോണ്ട് പിന്നെ പറയും എടാ എന്നാല് പിന്നെ ഒരു കരണ്ടിയും കൂടി ചോറും കൂടി എടുത്തോളൂ. ചെക്കൻ തീ ഒരു കോപ്പേൻ്റെ അകത്ത് കുറച്ച് തോനെടുത്തോണ്ട് ആ ചട്ടിയിലെ കറിയൊക്കെ കൊടുത്തൊരു ഇത്തിരി ചാറ് മാത്രം അവിടെ ഉണ്ടാവും. പിന്നെ ഒരു 2 കോരി ചോറും ഒക്കാമ്പള സാബ് കുട്ടാമനാക്കി തിന്നിട്ടോ. തിന്നിട്ട് സാബിട്ട് അങ്ങനെ എന്താ പറഞ്ഞ ചെക്കൻ എടുത്തിരിക്കുക. അപ്പോൾ വെള്ളമൊക്കെ ചെക്കൻ ഊട്ടി കൊടുക്കണ വരി കൊടുക്കണേ. അപ്പോൾ പറയും ഒന്നും അറിയില്ലടാ, സലീം എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കണേ. പിന്നെ അതെന്താണെന്നറിയില്ല, നാളെ രാവിലെ പോകണം, അവനെ കാണണം. എൻ്റെ ചേച്ചിനോടൊരു കാര്യം പറയണം. എന്താ പറയണ്ടേ സാബിട്ട, ഞാൻ എന്തായാലും നാളെ മറ്റന്നാൾ പോകും, പിന്നെ അവളെ കണ്ടെന്ന് വരില്ല. പിന്നെ നാളെ ഉച്ചയ്ക്ക് ശേഷം ലീവാക്കിയിട്ട് ആ കുളത്തിൻ്റെ പക്കത്ത് ഉണ്ടാവണം എന്ന് പറയേണ്ട അവളോട്. പിന്നെ ഇല്ലെങ്കിൽ സ്കൂളിലേക്ക് ഞാൻ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പോന്നേക്കാൻ പറയേണ്ടിന്ന്. സ്കൂളിൽ ചെന്നാൽ ടീച്ചർമാർ കാണില്ലേ സാപ്പട്ട. അല്ല അതൊരു ശരിയല്ലേ. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ മുട്ടാ ചേച്ചിനെ കിട്ടാനേ? കുളത്തിൻ്റെ അക്കത്ത് എത്രയെങ്കിലും പെൺകുട്ടികളിരിക്കണേ ശരിയാണടാ. ഞാൻ എപ്പോഴാണ് വരിക സെലിമിൻ്റെ അടുത്തുനിന്നൊന്നും അറിയില്ല. ആണില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? സാബട്ടൊരു കാര്യം ചെയ്താൽ മതി, ഗേറ്റിൻ്റെ ഒക്കെ പിന്നെ സ്കൂളിൻ്റെ അവിടെ വന്നിട്ട് പിയൂണിനോട് ഞാൻ ബി ക്ലാസ്സിലെ പിന്നെ അമ്പിളീനെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ മതി, ഏട്ടനാന്ന് പറഞ്ഞാൽ മതി. ശരിയാണ്, അപ്പം ഞാൻ പറഞ്ഞോണ്ട് ചേച്ചിനോട് പറഞ്ഞു. ചേച്ചിനോട് ഉച്ചയ്ക്ക് ലീവാക്കാനും പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഈ നല്ല ഐഡിയ ഒക്കെ പറഞ്ഞു നടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോൻ്റെ ഇത്ര പെട്ടെന്ന് സൈക്കിൾ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടോ. ഞാനിപ്പോഴൊന്നും വരുമെന്ന് വിചാരിച്ചല്ലടാ. പിന്നെ സെലീം വിളിച്ചതിനെ കൊണ്ട് വന്നു. പിന്നെ വരുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞല്ലോ എന്തായാലും ഞാൻ വരുമ്പോൾ ഞങ്ങൾക്ക് സൈക്കിളായിട്ട് വരുള്ളൂ. അപ്പോൾ സാബട്ട വയനാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരണം, അവിടെ നിന്നൊക്കെ സൈക്കിൾ പിടിച്ചേച്ച് കൊണ്ടുവരാൻ പറ്റണം. ഞാനിവിടെ ഇറങ്ങിയതിന് ശേഷം ടൗണിൽ നിന്ന് വാങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് അതിലിട്ട് കൊണ്ടുവന്നതാണെന്ന് പറയും. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും. എടാ ബോള് വാങ്ങാൻ പറ്റിയില്ല, ബോൾ ഇനി വേണ്ട, ബോൾ ഇനി പിന്നെ എപ്പോഴെങ്കിലും മതി പിന്നെ സാബട്ട. പിന്നെ ആണില്ലേ, എനിക്ക് ഇനി നാളെ നേരം കിട്ടിയാൽ വാങ്ങാം. വേണ്ട നാളെ ഇനിയിപ്പം ടൗണിലേക്കൊന്നും സാബട്ടം ബോളൊന്നും വാങ്ങണ്ടെന്നൊക്കെ ചെക്കൻ പറയും. അങ്ങനെ ചോറൊക്കെ നേടാ അവിടെ നാടാ കയ്യേക സാബട്ട കൈ വെള്ളം കൊണ്ടുകൊടുത്തിട്ട് പറയും. ചെക്കൻ പറയും എൻ്റെ അമ്മ കാണൂല്ലേട്ടാ ഞാൻ കയ്യേക്കണേ, ഒരു കാര്യം ചെയ്തോളൂ. ഇന്ന് ചെക്കൻ എന്തൊരു അവിടെ ആത്തുവയിൽ കിണ്ണുണ്ടാവും, കിണ്ണെടുത്തുണ്ടോ ഇതിൽ കൈ അയക്കുള്ളൂ സാബിട്ടെന്ന് പറയും. കൊൽക്കു ഇനി കുടിച്ചാളിന്ന് പറയും. ചെക്കൻ അതുപോലെ സാബു ചെക്കൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ കൈ അതിൽ കഴിയാണ് കൊൽക്കുഞ്ഞും വെള്ളം കുടിച്ച് നമ്മള് തിന്ന അവശിഷ്ടം തന്നെയല്ലേ മുട്ടാനും പറഞ്ഞ് വെള്ളം കുടിച്ച് കഴിഞ്ഞ് അങ്ങനെ അമ്മയൊക്കെ കാണുന്നതൊക്കെ മോശത്തരം അവിടെ നിന്ന് തിന്ന് ഞാൻ തിന്നത് ഒരു കാരണവശാലും പറയരുതട്ടോ ഇല്ലേ പറയാം. ചേച്ചിനോട് പറയാൻ പറ്റും സാബട്ടം, ചേച്ചിനോട് പറഞ്ഞേക്കിൻ്റെ ഒക്കെ സാബട്ടം തന്നതാണ്. അത് ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. ചേച്ചിക്ക് വലിയ സന്തോഷമാണ് സാബട്ടം. എൻ്റെ ചേച്ചീൻ്റെ കഥയൊന്നും എനിക്ക് പറയണ്ട. എന്താ സാബട്ടങ്ങൾ അങ്ങനെ പറയണേ? ഓള് എന്നെ കണ്ടിട്ട് സിനിമകളിൽ പോയി ഇപ്പോൾ അവിടെ കുത്തിരിക്കല്ലടാ. ഓളൊക്കെ എന്തിനാണ് ഞാൻ സ്നേഹിക്കണത് സാബട്ട? ഇജ്ജ് ഓടി വന്നില്ലടാ, ഓട്ടോറിക്ഷ കയറി ഞാൻ ഇല്ല അറിഞ്ഞില്ലടാ സാബട്ട. ഞാനൊരു ചെറിയ ചെക്കനാണ്, എൻ്റെ ചേച്ചി വളർന്നൊരു പെണ്ണാണ്. എങ്ങനെ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ മുന്നേ സാബട്ടം വന്ന് തന്നെ ഓട്ടോറിക്ഷ കയറി കുത്തിരിക്കുക ചേച്ചിക്ക് പറ്റും? എനക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ പറയാൻ നോക്കാൻ. ശരി എന്തായാലും ഒക്കെ ഞാൻ കൊടുക്കണ്ട്, അവളെ ഞാൻ വെറുതെ ഒന്നും വിടൂലെന്നവളോട് ഇന്ന് വന്നാൽ പറഞ്ഞേക്കേണ്ടിട്ടോ പിന്നെ എന്നൊക്കെ പറയും. അപ്പം സാബട്ടാന്ന് പറയും. അങ്ങനെ പറയും ഏട്ടാ എന്നാൽ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാറ്, വീട്ടിലേക്ക് പോകാറ്. അങ്ങനെ വാതിലൊക്കെ ഓടാമ്പലിട്ട് സാബു അവനും കൂടി അങ്ങോട്ട് പോയി. പിന്നെ സാബു പോയി ക്യാൻറ്റീൻകാരെ പോയി ഒന്ന് കുളിച്ച് ചെച്ച് ഒക്കെ വൃത്തിയാക്കി മോട്ടപ്പം പോണ്ട, എൻ്റെ ചേച്ചി വന്നാലും പോയി തന്നെ വിളിക്കാൻ വരണം, ഓള് വരുമോ നോക്കാമല്ലോ എന്ന് പറയും. അങ്ങനെ പിന്നെ സിനിമ കഴിഞ്ഞ് ഇവരെല്ലാവരും കാർത്തികനെ അങ്ങോട്ടാക്കി. അങ്ങനെ
ഇവരെല്ലാവരും കൂടി വരിക. അപ്പോൾ ചായ കുടിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണ്ട വേണ്ട, വീട്ടിലിറച്ചി കറി ചോറ്. വലിയ 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 പോക്കാച്ചി വന്ന് തിന്നതൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. വീട്ടിൽ ഇറച്ചിക്കറിയും ചോറൊക്കെ ഉണ്ട്, ഒന്നും തിന്നണ്ട അറിയില്ല. അപ്പടി കറിയൊക്കെ ഉണ്ട്, മക്കൾക്ക് കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് സിനിമയ്ക്ക് വരുന്ന അലങ്കാരം കൊണ്ട് ഒരു മര്യാദയ്ക്കൊന്നും തിന്നില്ല. കാർത്തിക വാരി കൊടുത്തവരെല്ലാവരും കൂടി തിന്നല്ലാണ്ട് എന്നാ വീണ്ടും പോയി ഉഷാറായിട്ട് തിന്നാനൊക്കെ പറഞ്ഞ്. അമ്മ ഇനി ബ്രെഡ് എന്താ വാങ്ങണം ഇറച്ചിക്ക് കറിക്ക് കൂട്ടിയിട്ട് കഴിക്കാൻ. പിന്നെ വേണ്ട ചോറൊക്കെ ഉണ്ട്, ഒന്നും വാങ്ങേണ്ട പറഞ്ഞാൽ അങ്ങനെ ഇവർ പിന്നെ കാർത്തികൻ്റെ വീട്ടിലാക്കി. അങ്ങനെ ഇവർ ഇങ്ങോട്ട് വന്ന് ബാലൻ്റെ വീട്ടിലേക്കും പോകും. അങ്ങനെ ഇവർ വന്ന് അല്ല മോൻറ്റനെ വിളിക്കേണ്ടേ അറിയും. അപ്പോൾ ശാലിനി അറിയും, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം അച്ഛാന്ന് ഇറങ്ങാണ്ട് കുടുങ്ങി പോകുമ്പോൾ വീണറി ഇടി കയറി ഇങ്ങോട്ട്, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അപ്പടി അവൻ പറയും, അനക്ക് കിട്ടിയൊന്നും പറയടി, അന്നുള്ള ചെള്ളിയൊക്കെ ഇങ്ങനെ പിടിച്ച് നെക്കി പണിയൊക്കെ ഉച്ചക്കടി വീട്ടിലേക്ക് പോയിട്ടുണ്ട് നിൽക്കൊണ്ടേ കയറി. അപ്പോൾ വീണാട്ടനാ പോണേ. അപ്പോൾ ചെക്കൻ രണ്ടടി നടന്നിങ്ങോട്ട് തന്നെ, ഞാനല്ല പോണത്, അവിടെ ചെക്കനെ അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ല. അവനെ കാണുന്നതേ ചെക്കൻ ചതുർത്തി പോലെ. അപ്പോൾ പിന്നെ ബാബു പറയും, ഞാൻ പോയിക്കോളാം. ബാല അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ബാബു പോയി പിന്നെ സാബുവിനോടൊക്കെ സംസാരിച്ച്, സാബു കുലായിലിരിക്കുക നമ്മളെ സാലിന് വരും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ മോൻ്റെ പറയും, പിന്നെ സാബേട്ട ഞാൻ പോട്ടേക്കും. അപ്പോൾ പറയാം പിന്നെ ആടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ ബാലൻ്റെ അമ്മനോടൊക്കെ ബാബു ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ സാബു മെല്ലെ പറയും, എടാ എൻ്റെ ഏച്ചി വന്നില്ല കണ്ടോ, ഓളെ ഞാൻ നാളെ കാണുന്നു വിചാരിക്കണ്ടെന്ന് ഓളോട് പറഞ്ഞേക്കണ്ടിട്ടോ, ഞാൻ പോകും ഇന്ന് രാത്രി തന്നെ പോകുന്ന പറഞ്ഞേക്കണ്ടി പറയും. സാബേട്ട അങ്ങനെ വെറുതെ പറയില്ലേ, ആ വെറുതെ അങ്ങനെ പറഞ്ഞിട്ടേക്കണ്ടടാ, ഞാൻ മറ്റേ കാര്യം പറഞ്ഞ് ഈ പറഞ്ഞേക്കണ്ടിട്ടോ, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ പറഞ്ഞേക്കേണ്ടിന്ന് പറയും. അങ്ങനെ ബാബു നടന്നോടാ പറഞ്ഞു. അങ്ങനെ ഇവർ അങ്ങോട്ട് പോകും. വീട്ടിലെത്തിയാൽ എല്ലാവരും മാറ്റിയിട്ട് ഇനി മേല് കഴുകാണ്. അപ്പോൾ സാലിൽ പോയി ഒന്ന് മേലൊക്കെ കഴുകട്ടോ. അങ്ങനെ എല്ലാവരും കൈ കഴുകി ചോറ് നിന്നായിരിക്കും. ഉഷാ പോയി ഇങ്ങാണ്ട് മാറ്റി പിടിച്ച് കാര്യം ചോറ് വേണമ്പോൾ പോയപ്പോൾ കലത്തിലൊരു കയ്യിൽ ചോറ്, ചട്ടി ഇങ്ങോട്ട് തുറന്നു നോക്കുമ്പോൾ ചട്ടിയിൽ കറിയിൽ ഒരു ഇത്തിരി കറി മൂടിയൊക്കെ വെച്ച് പൂച്ചിനായും തിന്നതല്ല, വാതിലൊക്കെ അടച്ചിട്ടിരിക്കണം. പിന്നെ നടുറൂമിലുണ്ടാവും പിന്നെ ഒരു കിണ്ണത്തിൽ കൈ കഴുകിയ വെള്ളവും. അപ്പം അല്ല ഇവൻ ഇതൊക്കെ തിന്നാളി. അപ്പം വേണമെന്നിട്ട് ഇതെന്തായിപ്പോയി പറയാ, ഓ അങ്ങോട്ട് വരട്ടെ, ഓൻ്റെ പള്ളയിൽ എന്തിട്ടാണ് നായ്ക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ കോഴിക്കുട്ടികളും കൂടിയല്ല എന്നൊക്കെ ചെക്കൻ പറയും. അങ്ങനെ മോൻ്റെ ഓടി ഇങ്ങോട്ട് വരും കേട്ടോ. ഓടി വന്നാൽ അയ്യോ എൻ്റെ സൈക്കിൾ നോക്കി എൻ്റെ. അപ്പോൾ വീണറി എൻ്റെ സൈക്കിളൊന്നും അല്ലടാ, എല്ലാ പീറ പിള്ളേർക്ക് കൂടി കൊണ്ടുവന്നു പറഞ്ഞേക്കണം. അതൊക്കെ സാപ്പിട്ടും വെറുതെ പറഞ്ഞാൽ അമ്മക്ക് കൊണ്ടുവന്ന തന്നെയാണ്. ഇനി ഒരൊറ്റ കുട്ടികളോട് നിങ്ങൾ പറയാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കൊണ്ടുവന്നാൽ എനിക്ക് കൊണ്ടുവന്നാണ് നിന്നോട് പറഞ്ഞേക്കണേ, ഒരിക്കൊന്നും വേണമെന്നുണ്ടെ ചേട്ടാൻ കൊടുത്തേക്കേണ്ടടാ എന്നാണ് എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറയും. എന്നിട്ട് ആൾക്കിനിപ്പോൾ പഠിക്കണ്ടെന്നോ ഒന്ന് വരി നിങ്ങൾ ഞാൻ കാണിച്ചു തരാറുണ്ട്. കണ്ട അപ്പുറത്ത് സൈക്കിൾ ഒക്കെ പോരോ പോരോ ചുറ്റും റൗണ്ടടിച്ച് ചെക്കൻ മുന്നിൽ നിർത്തും. വരെ അത്ഭുതപ്പെട്ട് ഇത്ര പെട്ടെന്ന് ചെക്കൻ പഠിച്ചു. അപ്പോൾ അതൊരു ചെക്കൻ ഇതാക്കിക്കട്ട് സൈക്കിളങ്ങോട്ട് നിർത്തി ഒരു കാലമിൽ നിർത്തി ഇങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് പറയും ഇവിടെ നിന്നോട്ടെ, സൈക്കിൾ മുന്നിൽ തന്നെ നിന്നോട്ടെ, സൈഡിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ ചെക്കൻ ഒരു മുന്നിൽ ആ സൈഡിലായിട്ട് നിർത്തിട്ടോ. എന്നിട്ട് പോയി കണ്ട് അകത്ത് പോയി കണ്ട് അമ്മൻ്റെ ഒരു പഴയ സാരി എടുത്ത് അതൊക്കെ മൂടിയിട്ട് ഈ ചിരിച്ചിട്ടേക്ക് എന്താ അറിയില്ല, ഇന്ത്യ അയച്ച് കാണാൻ മതി. അയ്യോ കണ്ണിന്നൊക്കെ വെള്ളമൊക്കെ വന്ന്. പിന്നെ സാരി ഒക്കെ കൊണ്ടുവന്ന് പുതുമോടിയിലുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുക. 2 ദിവസം ഉണ്ടാവും സാരി ഇട്ടും കൂടലൊക്കെ. അങ്ങനെ അപ്പം മാറ്റിയിട്ട് നല്ല സാരി എടുത്തിട്ടേക്ക് എനിക്കിന്ന് കഥ പറയാൻ പറ്റും തോന്നില്ല കുട്ടികളെ. എനിക്കെന്താ അറിയില്ല, ചിരിച്ചിട്ട് പാടില്ല. അമ്മ കട്ടുമ്പിൽ അപ്പം അയച്ചിട്ട് സാരി ഇട്ടുണ്ടാക്കും. അമ്മയാണ് അമ്മയാണെങ്കിൽ അടക്കള തന്നെ ആദ്യം പിടിച്ചിട്ട് നിൽക്കുക. ഈ ചോറ് കറിയും മറ്റതൊക്കെ തിന്നല്ലോ എന്നാലോചിച്ചിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കുട്ടികളെന്തെങ്കിലും വാങ്ങാറുന്നാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കട്ടോ. അപ്പടി അയ്യോ ഞാൻ എന്തിനാ ചിരിക്കുന്ന ഭഗവാനെ ഈശ്വര. അങ്ങനെ അമ്മയെ പൊറുക്കണ എൻ്റെ ചിരി വരുന്നത്. ചിരി വന്ന ഒരു പ്രാന്തം ചിരിയാണ്. എൻ്റെ അമ്മയ്ക്കുണ്ട് ഒരു ചിരി അടക്കം വരുന്നത്.
ഞാൻ കഥ ഇവിടെ നിർത്തിയിട്ട് നാളെ പറയട്ടോ. എനിക്ക് ചിരി നിൽക്കില്ല. എൻ്റെ അമ്മയ്ക്ക് പണ്ടൊരു ചിരി വരാണ്ട്, ചിരി വന്നാൽ പിന്നെ അമ്മയ്ക്ക് നിൽക്കില്ല, അമ്മ ചിരിച്ചുകൊണ്ടേ നിൽക്കും. അപ്പം പിന്നെ കിടക്കും. അതെൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എൻ്റെ മക്കളെല്ലാവരും സ്വഭാവങ്ങൾ തന്നെയാണ്. അങ്ങനെ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് ആ മുറ്റത്ത് സൈക്കിളാമ്മൻ്റെ പുതിയ സാരി ഇട്ട് മൂടി വെച്ചിട്ട് അമ്മ അറിയാം, അയ്യോ എൻ്റെ സാരി എന്ന് പറഞ്ഞാൽ അമ്മ സാരി ഇട്ടു. എന്താ അമ്മ അച്ഛൻ്റെ പഴയ മുണ്ടുണ്ട്, അത് എടുത്തു കൊടുക്കോളൂ, അത് ഇട്ടോളിന്ന് പറയും. അങ്ങനെ ഓനെ അത് എടുത്തിടും. എന്താ നമ്മളൊരു നിറം പോയി വെളിച്ചൊക്കെ പോയി നമ്മളെ ലൈറ്റ് വാങ്ങി എൻ്റെ ചിരി കൊണ്ട്. ദൈവമേ പൊറുക്കണേ, ചിരി വന്നിട്ട്. ചിരിക്കണം നല്ലതാണ്, ആരോഗ്യത്തിന് ചിരിക്കണം നല്ല. നമ്മളെപ്പോഴും ചിരിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, ആയുസ് നീട്ടി കിട്ടും എന്നാണ് പറയാറ്. അങ്ങനെയൊക്കെ ആവട്ടെ. അപ്പോൾ പിന്നെ അങ്ങനെ ഈ അമ്മ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ വെച്ചിട്ട് ആലോചിച്ചപ്പോൾ അപ്പോൾ ശാലിനി എന്നിട്ട് ചോദിക്കും, എന്താ അമ്മേ നോക്കും മോളെ, ചട്ടിയിൽ ചോറും ഇല്ല കറിയില്ല. പിന്നെ വേണുവിനെ ദേഷ്യം പിടിച്ച് ഇനിയിപ്പോൾ അവനോട് എൻ്റെ മായ കൊണ്ടുവരാൻ പറഞ്ഞാൽ കേൾക്കൂല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മേ, പിന്നെ ഈ ചെക്കനെ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കേണ്ടിയില്ലേ ഇനി മോളെ എന്നൊക്കെ പറയും. ആ സാറിലെ പോട്ടെ, ഒക്കിപ്പോൾ ഓരോ റിസൾട്ട് കിട്ടുമല്ലോ മുട്ടോ. അതെ ശാലിനിക്ക് ആ സന്തോഷത്തിൽ അവളെ നിൽക്കണം. അപ്പോൾ മോറ്റ വന്ന പറഞ്ഞേടാ ഈ ചോറും കറിക്ക് അങ്ങനെ ഈ തിന്നാളേടാ, ഇങ്ങനെ ഈ എന്തിനാ തിന്നേ. അപ്പം അമ്മ പറയും ഇവ ഇത്രയൊന്നും തിന്നില്ല അമ്മ. ആ പൂച്ച വല്ലാണ്ട് കരഞ്ഞ അൽബാക്കി കഴിഞ്ഞ്. അപ്പം മറ്റേ പൂച്ച നമ്മളെ ജാനേച്ചിൻ്റെ അവിടെയുള്ള പൂച്ചയും മക്കളൊക്കെ വന്നേന്. അപ്പോൾ ആ വല്ല ചേച്ചി ഞാൻ ഒരിക്കൽ കുറച്ച് തോനെ കുഴച്ച് കൊടുത്തതാണ്. എന്നിട്ട് എന്താടാ ഈ വെള്ളം ചെയ്താൽ എനിക്ക് പിന്നെ സൈക്കിളെ വിട്ടാനുള്ള തിരക്കിൽ ഞാൻ എന്ത് ചെയ്ത് കയ്യിൽ കൈയിട്ടിട്ട് പോയതാണെന്ന് പറയും. അപ്പോൾ ഈ സൈക്കിളായിട്ട് പോണതിൻ്റെ മുന്നേ തിന്നടാ. അപ്പറല്ല സൈക്കിളായിട്ട് വന്നതിൻ്റെ ശേഷം തിന്നത്. പിന്നെ എന്തത് ഇങ്ങനെ പറയണേ അല്ല, പിന്നെ ഓരോ അങ്ങോട്ടേക്ക് പോയി ഇരുടായാക്കി പേടിയാവില്ല, അതിനെക്കൊണ്ട് ഞാൻ കൈ ഇതിൽ തന്നെ കൈക്കിട്ട് പോയതെന്ന് പറയും. അപ്പോൾ പിന്നെ വേണം അറിയാം അമ്മ ഞങ്ങൾ മര്യാദയ്ക്ക് എനിക്ക് എന്താ ഉണ്ടാക്കി തിരക്കി വിശന്നിട്ട് വയ്യട്ടോ. അങ്ങനെ ഓള് പറഞ്ഞ രസം കഞ്ഞി വെക്കാം, കഞ്ഞി നിങ്ങൾ തന്നെ അവിടെ കുടിച്ചാലേടാ റേഷൻ കറി ഉണ്ട്, അടക്ക് ഞാൻ ചോറാക്കി തരണ്ട്. ബാബു പിന്നെ ഒന്നും പറയില്ല, അച്ഛനൊന്നും പറയാം, മതി ഇനി കഞ്ഞി മതി അറിയണേ. ഓള് തീ പിടിപ്പിച്ച് വേഗം കഞ്ഞിയൊക്കെ വെച്ച് മരവും വന്ന് ചോറ് തന്നു. ഉച്ചക്കറിയില്ലല്ലോ മരുവനാണ് എത്ര തോനെ തിന്നണം. അന്ന് പറഞ്ഞില്ലേ ഞാൻ അവിടെ വെച്ച കാലത്തിലെ പകുതി ചോറ് എനിക്ക് വേണ്ടിയൊരു ചെയ്തി തന്നെയാണ്. പകുതി കലം ചോറുണ്ടായിനി, അത് മുഴുവൻ തിന്നു. ഒരു കയ്യിൽ ചോറാണ് അവിടെ ബാക്കി വെച്ചത്. അങ്ങനെ അമ്മ കഞ്ഞി വെക്കുമ്പോൾ ശാലിനി നല്ല കുട്ടികളുണ്ടാവും. മറ്റ ബാബു കിടക്കും. ഞാൻ കിടക്കാനൊന്നുമില്ല, എനിക്കിപ്പോൾ കിടക്കൊന്നും വേണ്ട, എൻ്റെ സൈക്കിളൊക്കെ ഇന്ന് തുടച്ചേക്കാണ്ട് വെച്ചൊക്കെ. അപ്പോൾ എടാ അപ്പം ഞാൻ എന്തിനാണ് തുടച്ചേക്കണേ, പുതിയ സൈക്കിളല്ലേ പിന്നെ എന്നൊക്കെ അവള് വരുമെന്ന് പറയും. അങ്ങനെ പിന്നെ മറ്റൊന്ന് പാടാന്ന് പറയും, എന്ത് വരാനാണെന്നൊക്കെ പറയും. അപ്പോൾ പറയും പിന്നെ ഓൻ പറയും, ഈ ചേച്ചിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, എല്ലാവരും ഇവ ആ ചോറ് തിന്ന് പൂച്ചൊക്കെ കൊടുത്തതിന് എല്ലാവരും ഭാഗം ചെയ്ത് അച്ഛൻ പറഞ്ഞു പോട്ടെ സാരല്ലേ മിണ്ടാപ്രാണിയൊക്കെ അല്ലേ കൊടുത്തേറെ മുട്ടൻ്റെ ഭാഗം പറഞ്ഞു. ബാക്കി ബാബു എന്ന് പറഞ്ഞു വേണമെന്നൊക്കെ പറയണം. അമ്മയും ചീത്ത അറിയണ്ട, അമ്മ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ചെക്കമെല്ലാം കൂട്ടിക്കൊണ്ട് ഈ വാതിൽക്കൊടീൻ്റെ ഉള്ളിൽ ശാലിനെ എത്ര പറയും, ചോറ് ഞാനെന്തല്ല തന്നെ സാപ്പാട്ടണ ഫുള്ള് ചോറ് ശാപം കൊണ്ട് വന്ന പറഞ്ഞേരാ ഇനി ചോറും തന്നെ ഇനി ഈ പറയരുത്. അതിനെക്കൊണ്ട് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞത് ഇനി സപ്പോർട്ടൊന്നും ഉണ്ടിരുന്നത് ആടാന്നറിയാം. അങ്ങനെ ഇവള് വേഗം അമ്മയ്ക്ക് സഹായിച്ചു കൊടുക്കും, അരിയൊക്കെ എടുത്തു കൊടുക്കും, കൈകൊക്കെ കൊടുക്കും. അങ്ങനെ അടുപ്പത്തിട്ട് കഞ്ഞി അതി അമ്മ പിന്നെ ഒരു ചമ്മന്തി അരക്കേണ്ട അമ്മ മുളകും പുളിയൊക്കെ നമുക്ക് ചലിക്കാറ് ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി കൊടുത്ത് അങ്ങനെ മുളക് ചുട്ട് ഇങ്ങനെ ഞരണ്ടി കുഴച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇപ്പോൾ കിട്ടും നല്ല സൂപ്പർ കാര്യം. ഇവിടെ വേണുവിന് വേഗം കൊട്ടക്കൈയിൽ അങ്ങോട്ട് ഊറ്റി ഓനുള്ള ചട്ടിയിലൊക്കെ ഇട്ട് വടിച്ച് ആ കറിയെല്ലാം കൂടി വെച്ച് ഓനെ കണ്ണ് പിടിക്കുന്ന വിധം കൊടുത്ത് ഓനതും തിന്ന് പോയി കിടന്ന് മറ്റേറ്റങ്ങളൊക്കെ കഞ്ഞിയും കുടിച്ച് കിടന്ന് ശാലിനി മോനെ എന്തൊക്കെയാ കഥ. അപ്പോൾ അമ്മ പാത്രമൊക്കെ കഴിക്കും. അച്ഛൻ വന്ന് നേരത്തെ കഞ്ഞിടിച്ച് കിടന്ന് പിന്നെ ഇവർക്കൊന്നും പറയാൻ വയ്യ. അപ്പം ചെക്കനോട് അറിയാം വാടാക്കൊലയിലേക്ക് വാടാറിയാം. ഓള് ചെക്ക എടാ എൻ്റെ സൈക്കിൾ നല്ല മൂടിയിട്ടോന്നോളൂ. പിന്നെ ചോദിച്ചോണ്ട് ചെക്കൻ നീച്ച് പായും. അങ്ങനെ സൈക്കിൾ ഇങ്ങോട്ടേക്ക് നീക്കിച്ച് സൈക്കിൾ മൂടിയിട്ട് അപ്പോൾ ചോദിക്കാൻ പറയും, ചേച്ചി സാപ്പേട്ട എന്തോ ഒരു കാര്യത്തിന് വന്നതാണ്, നാളെ തന്നെ ചിലപ്പം പോകും, എന്നോട് ഉച്ചയ്ക്ക് ശേഷം ലീവാക്കാൻ പറഞ്ഞത് രാവിലെ സാപ്പേട്ട ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകും എന്ന് പറഞ്ഞിരിക്കണം. അത്രയും പറഞ്ഞിട്ടുള്ളടാ, അത്രയും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ സിനിമയ്ക്ക് ഇല്ലേ അതിനെനിക്ക് തന്നോണ്ട് പറഞ്ഞിരിക്കണം. അങ്ങനെ കാണാൻ പോകുന്നൊക്കെ ഇനി പറഞ്ഞത്. അപ്പോൾ ചാറാവട്ടോ. ഇനിയിപ്പോൾ എന്താണ് എനിക്ക് ശരിക്കും കണ്ടാൽ പറയുക, ഇനി എൻ്റെ ചെല്ലയ്ക്ക് പിടിക്കുമെന്ന് ആർക്കറിയാം. പേടിയാണേനും പെണ്ണിനെ ചെക്കനെന്നെ വേണേനും. അങ്ങനെ ആദ്യം വ്യാധിയും പിടിച്ച് നമ്മൾ ശാലിനി കിടന്ന് ഉറങ്ങാന്ന് പറയാൻ പറ്റില്ല, നേരം വിളിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കഥ എത്ര മതിട്ടോ. എൻ്റെ പ്രാന്തഞ്ചേരി നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ, ഗുഡ് നൈറ്റ്. എൻ്റെ കുട്ടികൾക്കൊക്കെ സുപ്രഭാതം, നാളത്തെ സുപ്രഭാതം നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് എല്ലാവർക്കും സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്, ലവ് യു ഉമ്മ. അപ്പോൾ എല്ലാവരും നല്ല പുലരിക്കായിട്ട് കാത്തിരിക്കുക, നല്ല സ്വപ്നങ്ങളോടുകൂടി കിടന്നുറങ്ങുക, നല്ല സ്വപ്നങ്ങൾ കാണുക.
ഓക്കെ, ടാറ്റ, ലവ് യു. നെക്സ്റ്റ് ബേബി അമ്മയ്ക്ക് ഒരു ഉമ്മ തന്നോ, ലാസ്റ്റ് എൻഡിങ്. വേ വന്നോ. ഹാ, ഗുഡ് ബോയ്. മതിയടാ, ഈ സൂപ്പറാടാ.